ഒരു സിനിമയിൽ കഥയേക്കാൾ ആക്ഷനാണ് പ്രാധാന്യമെങ്കിൽ അതൊരു ആക്ഷൻ സിനിമയാണെന്ന് പറയും. എന്നാൽ ആക്ഷനും കഥയും ഇമോഷൻസും ഒരുപോലെ താങ്ങി നിർത്താൻ കഴിയുന്ന സിനിമകൾ ഈ കാറ്റഗറിയിൽ വളരെ കുറവാണ്. 2026 ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ചൈനീസ് എപ്പിക് മാർഷൽ ആർട്ട് സിനിമയായ ബ്ലേഡ്സ് ഓഫ് ദ ഗാർഡിയൻസ് വിൻഡ് റൈസസ് ഇൻ ദ ഡെസേർട്ട് ആക്ഷനും കഥയും ഇമോഷൻസിനും ഒരുപോലെ പ്രാധാന്യം നൽകി ഒരുക്കിയിരിക്കുന്ന ഒരു ഗംഭീരൻ സിനിമയാണ്. ഇന്ന് ബ്ലേഡ്സ് ഓഫ് ദ ഗാർഡിയൻസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. 2023 ഇറങ്ങിയ ബ്ലേഡ്സ് ഓഫ് ദ ഗാർഡിയൻസ് എന്ന അനിമേറ്റഡ് ടെലിവിഷൻ സീരീസ് ഇതേ കഥ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പറയുന്നത് സിനിമയെക്കുറിച്ച് മാത്രമാണ്. ചൈനീസ് മാർഷൽ ആർട്സ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ സിനിമ മിസ് ചെയ്യാൻ പാടില്ല. മാർഷൽ ആർട്സ് സിനിമകളുടെ തലതൊട്ടപ്പനായ ലെജൻഡറി ഡയറക്ടർ യാ വു പിങ് ആണ് ബ്ലേഡ്സ് ഓഫ് ദ ഗാർഡിയൻസ് ഒരുക്കിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള സകല ചൈനീസ് മാർഷൽ ആർട്സ് സിനിമകളുടെയും ഫൈറ്റ് കോറിയോഗ്രഫി ചെയ്തിരുന്നത് യാ വു പിങ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ ചൈനീസ് സിനിമകളല്ലാതെ ഹോളിവുഡ് സിനിമകളായ ദി മെട്രിക്സ് സീരീസ്, കിൽ ബിൽ സീരീസ് എന്നിവ വളരെ പ്രശസ്തമാണ്. ഇന്ത്യൻ സിനിമകളിൽ ശങ്കർ സംവിധാനം ചെയ്ത എന്തിരൻ, ഐ എന്നീ സിനിമകളുടെ ആക്ഷൻ കോറിയോഗ്രഫി ചെയ്തതിൽ ഒരാൾ യാ വു പിങ് ആയിരുന്നു. ബ്ലേഡ്സ് ഓഫ് ദ ഗാർഡിയൻസിലേക്ക് വന്നാൽ ഈ സിനിമ പ്രശസ്തമായ ബ്യാവോ റെൻ എന്ന ചൈനീസ് മനുവയെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബ്യാവോ റെൻ എന്നത് ബ്ലേഡ്സ് ഓഫ് ദ ഗാർഡിയൻസിൻ്റെ ഒറിജിനൽ ചൈനീസ് ടൈറ്റിലാണ്. ബ്യാവോ എന്നാൽ എസ്കോട്ട് അഥവാ അംഗരക്ഷകനെന്നും റെൻ എന്നാൽ പേഴ്സൺ അഥവാ വ്യക്തി എന്നുമാണ് അർത്ഥം. അതായത് ഒരു പ്രൊഫഷണൽ പ്രൊട്ടക്ടർ എന്നോ ബോഡി ഗാർഡ് എന്നോ ഒക്കെ പറയാവുന്ന അർത്ഥം. സിനിമ പറയുന്ന കഥയും ഇതുതന്നെയാണ്. ജപ്പാനിലെ കോമിക്കുകളെ മാങ്ക എന്ന് വിളിക്കുന്നത് പോലെ കൊറിയയിൽ മൻഹ്വ എന്നും ചൈനയിൽ മനുവ എന്നുമാണ് വിളിക്കുന്നത്. അതായത് ബ്യാവോ റെൻ ഒരു ചൈനീസ് കോമിക് സീരീസാണ്. എന്നാൽ ഇത് കുട്ടികൾക്കായുള്ള സാധാരണ കോമിക് അല്ല. ചരിത്രവും രാഷ്ട്രീയവും മനുഷ്യബന്ധങ്ങളും അതിഗംഭീരമായ വാൾപോരുകളും ചേർന്ന ഒരു എപ്പിക് മാർഷൽ ആർട്സ് കോമിക്കാണ്. ബ്ലേഡ്സ് ഓഫ് ദ ഗാർഡിയൻസ് പ്രശസ്തമായ ബ്യാവോ റെൻ എന്ന ചൈനീസ് മനുവയെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സിനിമ വെറും സോർട്സ് ഫൈറ്റ് മാത്രമാണോ, അതോ അതിനപ്പുറം എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് നോക്കാം. ഈ സിനിമയുടെ കഥ നടക്കുന്നത് ചൈനയുടെ ചരിത്രത്തിലെ നിർണായകമായ ഒരു കാലഘട്ടമായ സുവേ ഡൈനസ്റ്റിയിലാണ്. ക്രിസ്തുവർഷം 581 മുതൽ 618 വരെ നിലനിന്ന ഈ രാജവംശമാണ് നൂറ്റാണ്ടുകളോളം വിഭജിക്കപ്പെട്ടിരുന്ന ചൈനയെ വീണ്ടും ഏകീകരിച്ചത്. ഗ്രാൻഡ് കനാൽ പോലുള്ള വമ്പൻ നിർമ്മാണ പദ്ധതികളും ഭരണപരമായ പരിഷ്കാരങ്ങളും ഈ കാലഘട്ടത്തിൽ നടന്നു. എന്നാൽ കനത്ത നികുതികളും നിർബന്ധിത തൊഴിലാളി സംവിധാനവും തുടർച്ചയായ യുദ്ധങ്ങളും ജനങ്ങളുടെ അതൃപ്തി വർദ്ധിപ്പിക്കുകയും ഒടുവിൽ ഈ രാജവംശത്തിൻ്റെ തകർച്ചയിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയും അധികാര പോരാട്ടങ്ങളുമാണ് ബ്ലേഡ്സ് ഓഫ് ദ ഗാർഡിയൻസ് എന്ന സിനിമയുടെ പശ്ചാത്തലം. പ്രധാന കഥാപാത്രമായ ദാവോമ ഒരു ബൗണ്ടി ഹണ്ടറാണ്. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ആളായി ആദ്യം തോന്നുമെങ്കിലും കഥ മുന്നോട്ട് പോകുമ്പോൾ അയാളുടെ വ്യക്തിത്വത്തിന് പല ലെയറുകളുണ്ടെന്ന് മനസ്സിലാവും. പൊളിറ്റിക്കലി വളരെ പവർഫുള്ളായ ഒരു വ്യക്തിയുടെ അംഗരക്ഷകനായി ദാവോമ പോകുന്നതാണ് പ്രധാന കഥ. പക്ഷേ ഇതൊരു സ്ഥലത്ത് നിന്ന് ആളെ എടുത്ത് മറ്റൊരിടത്ത് കൊണ്ടുപോയി വിടുന്നത് പോലെ വളരെ ലളിതമായൊരു യാത്രയല്ല. പോകുന്ന വഴിയിൽ വിവിധ സാമ്രാജ്യ സൈന്യങ്ങൾ, ബൗണ്ടി ഹണ്ടേഴ്സ്, മേഴ്സണറീസ്, പഴയ ശത്രുക്കൾ, രാഷ്ട്രീയ ഗൂഢാലോചനകൾ എല്ലാം കഥയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ആദ്യ 30-40 മിനിറ്റിൽ കഥാപാത്രങ്ങളെ ഓർക്കാൻ കുറച്ചധികം ശ്രദ്ധ വേണം. ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നതുകൊണ്ട് എല്ലാവരെയും ഓർത്തിരിക്കുന്നത് മാത്രമാണ് എനിക്ക് ബുദ്ധിമുട്ടായി തോന്നിയത്. അതിനുശേഷം സിനിമ നല്ല രീതിയിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നുണ്ട്. ആക്ഷൻ രംഗങ്ങൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തി ഇതാണ്. യാ വു പിങ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പ്രതീക്ഷ ഉയരും. കാരണം അദ്ദേഹം ദി മെട്രിക്സ്, ക്രൗച്ചിങ് ടൈഗർ, ഹിഡൻ ഡ്രാഗൺ, കിൽ ബിൽ പോലുള്ള സിനിമകളുടെ ഫൈറ്റ് കോറിയോഗ്രഫി നിർവഹിച്ച വ്യക്തിയാണ്. ആ പ്രതീക്ഷ ഈ സിനിമ പൂർണ്ണമായും നിറവേറ്റുന്നുണ്ട്. ഓരോ സ്വോർഡ് ഫൈറ്റിനും സ്വന്തം ഐഡൻറ്റിറ്റി ഉണ്ട്. റിപ്പീറ്റഡ് കോറിയോഗ്രഫി എന്നൊരു പരിപാടിയില്ല. ഓരോ കഥാപാത്രത്തിനും വ്യത്യസ്ത ഫൈറ്റിംഗ് സ്റ്റൈലുണ്ട്. കുതിരപ്പുറത്തുള്ള പോരാട്ടങ്ങൾ, വലിയ ബാറ്റിൽ ഫീൽഡ് സീക്വൻസസ്, സാൻഡ്സ്റ്റോമിൻ്റെ നടുവിലുള്ള ഡ്യുവൽ, ഓയിൽ ഫീൽഡ് ഫൈറ്റ്, ഫൈനൽ ബാറ്റിൽ എല്ലാം വിഷ്വലി വളരെ വ്യത്യസ്തമാണ്. മറ്റൊരു വലിയ പ്രത്യേകത CGI ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഫിസിക്കൽ സ്റ്റണ്ടുകളാണ് കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നത്. അതുകൊണ്ട് ഓരോ അടിക്കും വെയിറ്റ് ഫീൽ ചെയ്യും. ക്ലാസിക് ഹോങ്കോങ് വുഷിയ സ്റ്റൈലും മോഡേൺ ഫിലിം മേക്കിങ്ങിനും ഇടയിലുള്ള നല്ല ബാലൻസാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. സിനിമയിലെ ഇമോഷണൽ ഡ്രാമയെക്കുറിച്ച് നോക്കിയാൽ ആക്ഷൻ സിനിമകളിൽ പലപ്പോഴും ഇമോഷണൽ സീൻസ് ഒരു ഫോർമാലിറ്റി മാത്രമായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പ്രധാന കഥാപാത്രമായ ദാവോമായും ഒപ്പമുള്ള ചെറിയ കുട്ടിയും തമ്മിലുള്ള ആത്മബന്ധം വളരെ നന്നായി എഴുതിയിട്ടുണ്ട്. ഫൗണ്ട് ഫാമിലി എന്ന ആശയം സിനിമയുടെ പ്രധാന ഇമോഷണൽ പില്ലറാണ്. ഈ ഫൗണ്ട് ഫാമിലി എന്നത് രക്തബന്ധമില്ലാത്ത ആളുകൾ പരസ്പര വിശ്വാസത്തിലൂടെയും ഒരുമിച്ച് നേരിടുന്ന ജീവിത പ്രതിസന്ധികളിലൂടെയും യഥാർത്ഥ കുടുംബത്തെ പോലുള്ള ഒരു ബന്ധം രൂപപ്പെടുത്തുന്ന കഥ പറച്ചിൽ രീതിയാണ്. ദി ലോർഡ് ഓഫ് ദ റിംഗ് സീരീസിൽ ഇത് അതിഗംഭീരമായി കാണാം.
മലയാളത്തിൽ സുഡാനി ഫ്രം നൈജീരിയ നല്ലൊരു ഉദാഹരണമാണ്. ബ്ലേഡ്സ് ഓഫ് ദ ഗാർഡിയൻസിൽ ഈ ഫൗണ്ട് ഫാമിലി എന്ന ഐഡിയയാണ് ഗംഭീരൻ ആക്ഷൻ രംഗങ്ങൾക്കിടയിൽ പ്രേക്ഷകനെ ഇമോഷണലി പിടിച്ചിരുത്തുന്ന ഒരു ഫാക്ടർ. അത് വർക്കാവുന്നുമുണ്ട്. ആദരവ്, ത്യാഗം, വിശ്വാസം, പ്രായശ്ചിത്തം ഇതൊക്കെയാണ് സിനിമ പറയുന്ന പ്രധാന ആശയങ്ങൾ. വലിയ ഡയലോഗുകൾ പോലും ഇല്ലാതെ തന്നെ ചില രംഗങ്ങൾ ഇമോഷണലി വർക്കാവുന്നുണ്ട്. അതേസമയം ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ വേണ്ടിയുള്ള മെലോ ഡ്രാമ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകുന്നുമില്ല. സിനിമയിലെ കഥാപാത്രങ്ങൾ. ദൗമ ആണ് പ്രധാന കഥാപാത്രമെങ്കിലും ഇവിടെ ഒരേ ഒരു ഹീറോ മാത്രമല്ല ഉള്ളത്. ഓരോ പ്രധാന കഥാപാത്രത്തിനും വ്യക്തമായ മോട്ടിവേഷനുണ്ട്. ദൗമ വളരെ ലേഡായ ഒരു കഥാപാത്രമാണ്. വില്ലൻ ഡീറ്റിംഗ് സാധാരണ ഒരു ഈവിൾ വില്ലൻ അല്ല. അവനും തൻ്റെ വിശ്വാസങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നത്. ഫീമെയിൽ ക്യാരക്ടേഴ്സ് പോലും കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കോമിക് റിലീഫ് കഥാപാത്രങ്ങളും ഓവറാകുന്നില്ല. കഥയും കഥാപാത്രങ്ങളും വളരെ വിശാലമായതാണ്. എല്ലാ കഥാപാത്രങ്ങളെയും ഓർത്തിരിക്കാനും കഴിയില്ല എന്ന് തുടക്കത്തിലേ തോന്നുമെങ്കിലും ഈ കഥാപാത്രങ്ങളുടെ പെരുമാറ്റത്തിലെയും അവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയിലെയും അവരുടെ ഫൈറ്റിംഗ് സ്റ്റൈലിലെയും ഒക്കെ വ്യത്യസ്തത ഈ കഥാപാത്രങ്ങളെയൊക്കെ പ്രേക്ഷകൻ്റെ മനസ്സിൽ നിലനിർത്തുന്ന രീതിയിലാണ് ചിത്രം പോകുന്നത്. വളരെ വലിയ ഓൺസംബിൾ കാസ്റ്റ് ഉണ്ടായിട്ടും ഭൂരിഭാഗം കഥാപാത്രങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പെർഫോമൻസിലേക്ക് വന്നാൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന് അതിൻ്റെ കാസ്റ്റിംഗ് ആണ്. വലിയ താരനിരയുണ്ടെങ്കിലും ആരും വെറുതെ ക്യാമിയോ ചെയ്യാൻ വന്നതുപോലെ തോന്നുന്നില്ല. ഓരോ കഥാപാത്രത്തിനും കഥയിൽ വ്യക്തമായൊരു ലക്ഷ്യവും സ്വാധീനവുമുണ്ട്. പ്രധാന കഥാപാത്രമായ ദാവോമായി അവതരിപ്പിച്ചിരിക്കുന്ന വൂജിങ് പതിവ് പോലെ വളരെ കൺട്രോൾഡായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. വലിയ ഡയലോഗുകളേക്കാൾ കണ്ണുകളിലൂടെയും ശരീരഭാഷയിലൂടെയും കഥാപാത്രത്തിൻ്റെ കുറ്റബോധവും പോരാട്ട വീര്യവും അതുപോലെ പരിചയസമ്പന്നനായ ഒരു യോദ്ധാവിൻ്റെ ഭാവങ്ങളൊക്കെ ഓരോ രംഗത്തിലും ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. നിക്കോളാസ് ചേ അവതരിപ്പിക്കുന്ന ഡീറ്റിംഗ് വളരെ ഭയപ്പെടുത്തുന്ന ഒരു വില്ലനാണ്. സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ തവണയും ഒരു അപകട ബോധം പ്രേക്ഷകൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. എന്നാൽ ആ കഥാപാത്രത്തിൻ്റെ പശ്ചാത്തലം കുറച്ചുകൂടി വികസിപ്പിക്കാമായിരുന്നു എന്ന തോന്നലുണ്ടായിരുന്നു. എന്നിരുന്നാലും ക്ലൈമാക്സ് ഭാഗങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം സിനിമയിലെ പ്രധാന ഹൈലൈറ്റുകളിൽ ഒന്നാണ്. ടോണി ലൂങ് കഫേ വളരെ കുറച്ച് സമയം മാത്രമേ സ്ക്രീനിൽ വരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ രംഗത്തിനും ഒരു പ്രത്യേക സീരിയസ്നെസ് ഉണ്ട്. അദ്ദേഹം അഭിനയിച്ചിരിക്കുന്ന ഓൾഡ് മോ എന്ന കഥാപാത്രം കഥയുടെ ദിശ മാറ്റുന്ന നിർണായക സാന്നിധ്യമാണ്. ഇമോഷണൽ രംഗങ്ങളിലൊക്കെ ഗംഭീരമായി ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ജെറ്റ്ലിയുടെ കഥാപാത്രവും കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തെ സ്ക്രീനിൽ കാണുന്ന ഓരോ നിമിഷവും മാർഷൽ ആർട്സ് സിനിമകളുടെ പഴയ കാലം ഓർമ്മ വരും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ ഒരു ഫാൻ എന്ന നിലയിൽ എനിക്ക് വളരെ പ്രത്യേക അനുഭവമായിരുന്നു. ചെൻ ലീ ജൂൻ അവതരിപ്പിക്കുന്ന അയൂയ സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൊന്നാണ്. ധൈര്യവും ആത്മവിശ്വാസവും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുമുള്ള കഥാപാത്രമായാണ് അവരെ കഥയിൽ എഴുതി വച്ചിരിക്കുന്നത്. അത് അതിഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ആക്ഷൻ രംഗങ്ങളിലും ഈ കഥാപാത്രത്തിന് വലിയ റോളുണ്ട്. അതെല്ലാം ഭംഗിയായി ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതൊരു സ്റ്റാർ സ്റ്റഡഡ് ഓൺസംബിൾ കാസ്റ്റാണ്. പക്ഷേ ഒരു താരവും മറ്റൊരാളുടെ പ്രകടനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നില്ല. ഓരോരുത്തരും തങ്ങളുടെ കഥാപാത്രത്തിൻ്റെ പരിധിക്കുള്ളിൽ മികച്ച കൺട്രോൾഡ് ആയിട്ടുള്ള പെർഫോമൻസസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ സംവിധായകൻ യോ വു പിങ് ആണെന്നത് ആദ്യ ആക്ഷൻ രംഗം മുതൽ തന്നെ മനസ്സിലാകും. മാർഷൽ ആർട്സ് സിനിമകളെ സ്നേഹിക്കുന്നവർക്ക് ഈ പേര് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലും പ്രേക്ഷകരുടെ പ്രതീക്ഷ വളരെ ഉയർന്നതായിരുന്നു. ഭാഗ്യവശാൽ ആ പ്രതീക്ഷകളെ ഭൂരിഭാഗവും സിനിമ നിറവേറ്റുന്നുണ്ട്. പക്ഷേ ഈ സിനിമയുടെ വിജയം ആക്ഷനിൽ മാത്രമല്ല, ഒരു മികച്ച ആക്ഷൻ ഡയറക്ടർ ആണെന്നതിനപ്പുറം ഇത്രയും വലിയ സ്കെയിലിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ എപ്പിക്ക് കൺട്രോൾ ചെയ്ത് കഥ പറയുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഒരുപാട് പ്രധാന കഥാപാത്രങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പുകൾ, രാഷ്ട്രീയ ഗൂഢാലോചനകൾ, യാത്ര, യുദ്ധം എല്ലാം ഒരുമിച്ച് വരുമ്പോൾ കഥ എളുപ്പത്തിൽ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ യോ വു പിങ് ഭൂരിഭാഗം സമയത്തും ആ ബാലൻസ് നിലനിർത്തുന്നുണ്ട്. ഓരോ ആക്ഷൻ സീക്വൻസിനും കഥയിൽ ഒരു ലക്ഷ്യമുണ്ട്. വെറുതെ സ്പെക്ടക്കിൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഫൈറ്റ്സ് ചേർത്തിട്ടില്ല. ഓരോ പോരാട്ടവും കഥാപാത്രങ്ങളുടെ തീരുമാനങ്ങളെയും അവരുടെ ബന്ധങ്ങളെയും കഥയുടെ പുരോഗതിയെയും വ്യക്തമായി സ്വാധീനിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സിനിമ ആക്ഷനിൽ നിന്ന് ഡ്രാമയിലേക്കും ഡ്രാമയിൽ നിന്ന് ആക്ഷനിലേക്കും വളരെ സ്വാഭാവികമായി മാറുന്നു എന്നതാണ്. പല കൊമേഴ്ഷ്യൽ ആക്ഷൻ സിനിമകളിലും ഇമോഷണൽ സീൻസ് വരുമ്പോൾ കഥയുടെ ഫ്ലോ നഷ്ടപ്പെടാറുണ്ട്. ഇവിടെ അങ്ങനെയില്ല. അതേസമയം സിനിമയ്ക്ക് ചെറിയ ചില പോരായ്മകളുണ്ട്. ആദ്യ ഭാഗത്തിൽ ഈ ലോകവും കഥാപാത്രങ്ങളെയും ഒക്കെ സ്ഥാപിക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നതിനാൽ ചില പ്രേക്ഷകർക്ക് പേസിംഗ് കുറച്ച് സ്ലോ ആയി തോന്നാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ചൈനീസ് ചരിത്രത്തെക്കുറിച്ച് പരിചയമില്ലാത്തവർക്ക് ആദ്യ 30-40 മിനിറ്റിനുള്ളിൽ കഥാപാത്രങ്ങളെ പിന്തുടരാൻ കുറച്ച് ശ്രദ്ധ ആവശ്യമാണ്. എന്നാൽ രണ്ടാം പകുതിയിൽ സിനിമ വേഗത്തിലാവുകയും കഥ വളരെ ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സംവിധായകൻ തൻ്റെ കഥാപാത്രങ്ങൾക്ക് സമയം നൽകുന്നു എന്നതാണ്. ഹീറോ മാത്രമല്ല, സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിനും
സ്വന്തം വ്യക്തിത്വം നൽകാൻ സിനിമ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സിലെത്തുമ്പോൾ ആക്ഷൻ രംഗങ്ങൾക്ക് ഒരു ഇമോഷണൽ വെയിറ്റ് കൂടി ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ വെറും ഒരു സ്വോർഡ് ഫൈറ്റ് മാഷപ്പായി മാറാതെ നല്ലൊരു ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഡ്രാമയായി മാറുന്നുണ്ട്. ടെക്നിക്കൽ സൈഡ് നോക്കിയാൽ ഈ സിനിമ ഈ വർഷത്തെ ഏറ്റവും മികച്ച നിർമ്മാണങ്ങളിലൊന്നാണെന്ന് പറയാം. ആദ്യം പറയേണ്ടത് സിനിമാറ്റോഗ്രഫിയെക്കുറിച്ചാണ്. ചൈനയുടെ വിശാലമായ മരുഭൂമികളും മലനിരകളും പുരാതന നഗരങ്ങളും വളരെ മനോഹരമായി പകർത്തിയിട്ടുണ്ട്. ഓരോ ഫ്രെയിമിനും വലിയൊരു പെയിൻറ്റിംഗ് പോലെ തോന്നുന്ന തരത്തിലുള്ള വിഷ്വൽ കോമ്പോസിഷനാണ് സിനിമ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഗോൾഡൻ അവർ സമയത്ത് ചിത്രീകരിച്ച രംഗങ്ങൾ വളരെ മനോഹരമാണ്. സൂര്യപ്രകാശവും പൊടിക്കാറ്റും ചേർന്ന് സൃഷ്ടിക്കുന്ന അറ്റ്മോസ്ഫിയർ സിനിമയുടെ ഒരു എപ്പിക് ഫീല് നിലനിർത്തുന്നുണ്ട്. അതുപോലെ ബാറ്റിൽ ഫീൽഡുകളിലെ വൈഡ് ആംഗിൾ ഷോട്ട്സ് വളരെ മികച്ചതാണ്. CGI ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ക്യാമറ പ്ലേസ്മെൻറ്റ് കൊണ്ടും പ്രാക്ടിക്കൽ സ്റ്റേജിംഗ് കൊണ്ടും യുദ്ധരംഗങ്ങൾക്ക് ഒരു വലിയ സ്കെയിൽ ഫീൽ ചെയ്യും. ഫൈറ്റ് സീക്വൻസസിലും ക്യാമറ വർക്ക് പ്രത്യേകം എടുത്തു പറയണം. ഇപ്പോൾ പല ആക്ഷൻ സിനിമകളിലും വേഗത്തിലുള്ള കട്ട്സ് ഉപയോഗിച്ച് ഫൈറ്റ് കോറിയോഗ്രഫിയെ മറയ്ക്കുന്ന ഒരു പ്രവണത കാണാറുണ്ട്. എന്താണ് ഫൈറ്റിൽ സംഭവിച്ചത് എന്ന് പ്രേക്ഷകന് കൃത്യമായി മനസ്സിലാവാറില്ല. ഇവിടെ അത്രത്തോളം അങ്ങനെ ചെയ്യുന്നില്ല. പല രംഗങ്ങളിലും വൈഡ് ഷോട്ട്സ് ഉപയോഗിച്ച് അഭിനേതാക്കളുടെ മാർഷൽ ആർട്സ് മൂവ്മെൻറ്റ് വ്യക്തമായി കാണിക്കുന്നുണ്ട്. എഡിറ്റിംഗ് പൊതുവെ നല്ലതാണ്, എന്നാൽ ചില ഫാസ്റ്റ് പേസ്ഡ് ആക്ഷൻ സീക്വൻസിൽ കട്ട്സ് അല്പം കൂടുതലായി തോന്നുന്നുണ്ട്. അതുകൊണ്ട് ചില കോറിയോഗ്രഫി ഡീറ്റെയിൽസ് മുഴുവനായി ആസ്വദിക്കാൻ സാധിക്കാതെ പോകുന്ന നിമിഷങ്ങളുമുണ്ട്. എന്നിരുന്നാലും ഇത് സിനിമയുടെ വലിയ പോരായ്മയായി പറയാനാവില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയുടെ മറ്റൊരു ശക്തിയാണ്. വലിയ ഓർക്കസ്ട്ര, ട്രഡീഷണൽ ചൈനീസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ചേർന്ന സംഗീതം സിനിമയുടെ ആ ഒരു ചരിത്രപരമായ പശ്ചാത്തലത്തോട് നന്നായിട്ട് യോജിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇമോഷണൽ സീൻസിൽ സംഗീതം ഒരിക്കലും ഓവർ ഡ്രമാറ്റിക് ആവുന്നില്ല. സൗണ്ട് ഡിസൈൻ വളരെ പവർഫുള്ളാണ്. വാളുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം, കുതിരകളുടെ കുതിപ്പ്, അമ്പുകൾ ചീറിപ്പായുന്ന ശബ്ദം, മൊത്തത്തിലുള്ള ബാറ്റിൽ ഫീൽഡ് ആംബിയൻസ് എല്ലാം ഗംഭീരമാണ്. പ്രൊഡക്ഷൻ ഡിസൈൻ എടുത്തു പറയേണ്ട മറ്റൊരു മേഖലയാണ്. പുരാതന ചൈനയിലെ നഗരങ്ങൾ, ഗ്രാമങ്ങൾ, കോട്ടകൾ, ചന്തകൾ, സൈനിക ക്യാമ്പുകൾ എല്ലാം വളരെ വിശദമായി നിർമ്മിച്ചിട്ടുണ്ട്. സെറ്റുകൾ ഒരിക്കലും ആർട്ടിഫിഷ്യലായി തോന്നുന്നില്ല. കോസ്റ്റ്യൂം ഡിസൈനിലും അതേ ശ്രദ്ധ കാണാം. ഓരോ ചെറു രാജ്യത്തിൻ്റെയും സൈന്യത്തിൻ്റെയും സാമൂഹിക വിഭാഗങ്ങളുടെയും വസ്ത്രധാരണത്തിൽ വ്യക്തമായ വ്യത്യാസമുണ്ട്. പ്രധാന കഥാപാത്രങ്ങളുടെ കോസ്റ്റ്യൂം അവരുടെ ജീവിതശൈലിയും വ്യക്തിത്വവും പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുപോലെ വെപ്പൺ ഡിസൈനിലും നല്ല ഗവേഷണം നടത്തിയിട്ടുണ്ടെന്ന് തോന്നും. വാളുകൾ, കുന്തങ്ങൾ, കവചങ്ങൾ, യുദ്ധ ഉപകരണങ്ങൾ എന്നിവയെല്ലാം സിനിമയുടെ ചരിത്ര പശ്ചാത്തലത്തിന് വളരെ അനുയോജ്യമാണ്. CGI ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് കഥയെ ഡോമിനേറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും അല്ല. പ്രാക്ടിക്കൽ ലൊക്കേഷൻസ്, പ്രാക്ടിക്കൽ സെറ്റ്സ്, റിയൽ സ്റ്റണ്ട് കോറിയോഗ്രഫി എന്നിവയ്ക്കാണ് സിനിമ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്വൽസ് കൂടുതൽ റിയൽ സെൻസ് നൽകുന്നുണ്ട്. മൊത്തത്തിൽ സാങ്കേതികമായി നോക്കുമ്പോൾ ഇത് വലിയ ബജറ്റിൽ നിർമ്മിച്ച ഒരു ഹിസ്റ്റോറിക്കൽ എപ്പിക് ആണെന്ന് ഓരോ ഫ്രെയിമിലും ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് വലിയ സ്ക്രീനിലും മികച്ച സൗണ്ട് സിസ്റ്റത്തിലും കണ്ടാൽ മാത്രമേ ഈ സിനിമയുടെ വിഷ്വൽ ഗ്രാൻഡിയർ പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയൂ. സിനിമയിൽ പുതുമയുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കാലത്ത് ഒരു ആക്ഷൻ സിനിമ പൂർണ്ണമായും പുതിയ കഥ പറയുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഒറിജിനാലിറ്റി വിലയിരുത്തുമ്പോൾ കഥ മാത്രം നോക്കിയാൽ പോരാ, അതെങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. ആ നിലയ്ക്ക് നോക്കിയാൽ ബ്ലേഡ്സ് ഓഫ് ദ ഗാർഡിയൻസ് ഒരു പരിചിതമായ കഥയെ വളരെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുന്ന സിനിമയാണ്. ഒരു വ്യക്തിയെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനുള്ള എസ്കോർട്ട് മിഷൻ എന്ന ആശയം സിനിമകളിൽ പുതുമയുള്ളതല്ല. പക്ഷേ ഈ സിനിമ അതിനെ സാധാരണ യാത്രയായി അവതരിപ്പിക്കുന്നില്ല. ഓരോ പുതിയ സ്ഥലവും പുതിയ കഥാപാത്രങ്ങളെയും പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും പുതിയ ശത്രുക്കളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് യാത്ര തന്നെ ഈ കഥയുടെ ഏറ്റവും വലിയ ഘടകമാണ്. മറ്റൊരു പ്രധാന പ്രത്യേകത, ഇത് പഴയ ചൈനീസ് വുഷ്യ സിനിമകളുടെ ആത്മാവ് നഷ്ടപ്പെടുത്താതെ ഇന്നത്തെ സിനിമകളുടെ സ്കെയിലിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 1990കളിലെയും 2000ത്തിൻ്റെയും തുടക്കത്തിലെയും ഹോങ്കോങ് മാർഷൽ ആർട്സ് സിനിമകൾക്കുണ്ടായിരുന്ന ഒറിജിനൽ സോട്ട് കോറിയോഗ്രഫി, പ്രാക്ടിക്കൽ സ്റ്റണ്ട് വർക്ക്, വയർഫു എസ്തെറ്റിക്സ് എന്നിവ ഇവിടെ വീണ്ടും കാണാം. എന്നാൽ അതിനൊപ്പം വലിയ പ്രൊഡക്ഷൻ വാല്യൂ, മോഡേൺ സിനിമാറ്റോഗ്രഫി, മികച്ച സൗണ്ട് ഡിസൈൻ, CGI എന്നിവയും ചേർന്നതുകൊണ്ട് സിനിമ പഴയതോ ഔട്ട്ഡേറ്റഡോ ആയി തോന്നില്ല. പ്രത്യേകിച്ച് ആക്ഷൻ കോറിയോഗ്രഫി ഇന്നത്തെ സിനിമകളിൽ അപൂർവമായി മാത്രം കാണുന്ന നിലവാരത്തിലുള്ളതാണ്. പല ആക്ഷൻ സിനിമകളിലും ഗൺ ഫൈറ്റിലേക്കും CGI സ്പെക്ടക്കിളിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാളുകളുടെയും ശരീരചലനങ്ങളുടെയും പ്രസിഷൻസിനെ ഇത്രയും പ്രാധാന്യത്തോടെ അവതരിപ്പിച്ചിരിക്കുന്ന സിനിമകൾ വളരെ കുറവാണ്. എന്നിരുന്നാലും കഥയുടെ അടിസ്ഥാന ഘടനയിൽ വലിയ വിപ്ലവമൊന്നും സിനിമ കൊണ്ടുവരുന്നില്ല. ഈ ജോണർ സിനിമകൾ സ്ഥിരമായി കാണുന്നവർക്ക് ചില ട്വിസ്റ്റുകൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഒറിജിനാലിറ്റി എന്നത് കഥയിലല്ല, അവതരണത്തിലാണ്. ഈ സിനിമ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ഏത് തരത്തിലുള്ളവരാണ്? ഈ സിനിമ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് സിനിമ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് തരം പ്രേക്ഷകനാണെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്.
വാൾ ഉപയോഗിച്ചുള്ള ഹീറോയിക് സോർട്ട് ഫൈറ്റ്സ്, ചൈനീസ് ഹിസ്റ്റോറിക്കൽ എപ്പിക്സ്, ഉഷ്യ സിനിമകൾ, വലിയ യുദ്ധരംഗങ്ങൾ, മാർഷൽ ആർട്സ് കോറിയോഗ്രഫി, അഡ്വഞ്ചർ സ്റ്റോറീസ്, സ്ലോ ബേൺ ഹിസ്റ്റോറിക്കൽ ഡ്രാമ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ സിനിമ നിങ്ങൾ തീർച്ചയായും കാണണം. പ്രത്യേകിച്ച് ഹീറോ, ഹൗസ് ഓഫ് ഫ്ലൈയിങ് ഡാഗേഴ്സ്, ഷാഡോ, റെഡ് ക്ലിഫ്, ക്രൗച്ചിങ് ടൈഗർ, ഹിഡൻ ഡ്രാഗൺ, കിങ്ഡം, ദി ഗ്രാൻഡ് മാസ്റ്റർ പോലുള്ള സിനിമകൾ നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയും നിങ്ങളുടെ ഇഷ്ടപട്ടികയിൽ ഇടം പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെ ഇടവിടാതെ ആക്ഷൻ മാത്രമാണെങ്കിൽ ചെറിയ നിരാശ ഉണ്ടായേക്കാം. സിനിമ ആദ്യ ഭാഗത്ത് കഥാപാത്രങ്ങളെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും വേൾഡിനെയും ബിൽഡ് ചെയ്യാൻ ആവശ്യമായ സമയമെടുക്കുന്നുണ്ട്. അതുപോലെ ഡയലോഗുകളേക്കാൾ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ്, അറ്റ്മോസ്ഫിയർ, ക്യാരക്ടർ ഇൻട്രാക്ഷൻസ് എന്നിവ ആസ്വദിക്കുന്നവർക്ക് ഈ സിനിമ കൂടുതൽ ഇഷ്ടപ്പെടും. ഇതൊരു കാഷ്വൽ ആക്ഷൻ സിനിമയേക്കാൾ മാർഷൽ ആർട്സ് ജോണറിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെ ലക്ഷ്യമിട്ടുള്ള സിനിമയാണെന്ന് പറയാം. ഇത് തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കേണ്ട സിനിമയാണ്. പക്ഷേ ഇന്ത്യയിൽ റിലീസ് ഉണ്ടായിരുന്നു എന്നറിയില്ല. ഞാൻ സിനിമ കണ്ടത് TV-യിലായിരുന്നു. ആപ്പിൾ TV-യിൽ അവൈലബിൾ ആണ്. പിന്നെ നീലാകാശത്ത് പറക്കുന്ന പേപ്പർ വിമാനത്തിൻ്റെ ചിഹ്നമുള്ള നിങ്ങളുടെ ഇഷ്ട പ്ലാറ്റ്ഫോമിലും ലഭിക്കും. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.